ഹലോ വെൽക്കം ബാക്ക് ടു കുട്ടൂസ് വൈബ്. അപ്പോൾ ഈ കാണുന്ന ഷോപ്പിംഗ് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ ചെയ്ത് എന്തിനാന്നല്ലേ, ഇത് കണ്ണൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നേരെ വിശാൽ മാർട്ട് പോയി. അവർക്ക് പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ക്രേസാണ്. സോ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഗിഫ്റ്റ് റാപ്പറൊക്കെ ആക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ അച്ഛൻ ഓൾറെഡി നാട്ടിൽ നിന്ന് ബസ് കയറിയായിരുന്നു. ഞാൻ മൈസൂരിൽ അറൗണ്ട് മിഡ് നൈറ്റ് 3 o'clock എനിക്ക് ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മൈസൂർ വന്ന് ബസ് കയറി. ആക്ച്വലി ഇതൊരു സർപ്രൈസാണ്. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോകുന്ന കാര്യം. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് പറഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്കും അറൗണ്ട് 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ അച്ഛൻ ഉള്ളിൽ കയറി. ആസ് യൂഷ്വൽ അച്ഛൻ വരുന്ന അവർക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ബട്ട് ഞാൻ പോകുന്നത് അവർക്ക് എക്സ്പെക്റ്റേഷനേ ഇല്ലായിരുന്നു ഞാൻ ഉണ്ടാവും എന്നുള്ളത്. സോ ഞാൻ കുറച്ചു നേരം കാത്തു നിന്നു. പിന്നെ അച്ഛൻ തന്നെ വീണ്ടും വന്ന് ഡോർ തുറന്നു. ഇതായിരുന്നു അമ്മേൻ്റെ റിയാക്ഷൻ. അങ്ങനെ ഞാനും അച്ഛനും അവിടെ എത്തിയ ബഹളം കേട്ട് പിള്ളച്ചൻ എണിച്ചു. അപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് കാപ്പിയൊക്കെ റെഡിയാക്കി. പിന്നെ ഇഡ്ഡലി, പിന്നെ ചട്നിക്കുള്ള വറവാക്കലൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു എന്നെ കണ്ടപ്പോൾ എൻ്റെ ചേച്ചിയുടെ റിയാക്ഷൻ. ഒരാള് കോഴിക്കോട്, ഒരാള് മൈസൂർ. അച്ഛൻ്റെ പൊന്നുകട്ടേ, അച്ഛൻ്റെ 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 പൊന്നുകട്ടേ, അച്ഛൻ്റെ അച്ഛൻ്റെ പൊന്നുകട്ടേ. കണ്ണൻ ആക്ച്വലി അച്ഛൻ്റെ മുത്തുക്കുട്ടിയാണ്. അപ്പോൾ അച്ഛനെ കിട്ടിയപ്പോൾ അമ്മയും വേണ്ട, അമ്മുമ്മയും വേണ്ട, അവിടെ ഉണ്ടായ ഒരു അക്കയുണ്ട്, അക്കേൻ്റെ അടുത്തും പോകുന്നില്ല. കളി മൊത്തം അച്ഛൻ്റെ കൂടെയായി. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ എണീറ്റു. അപ്പോൾ പുള്ളിക്കാരി രാവിലെ തന്നെ ഫുൾ സന്തോഷത്തിലായിരുന്നു. ബർത്ത്ഡേ ഒക്കെ ആയപ്പോൾ ഫുൾ കൊഞ്ചലായിരുന്നു, എല്ലാവരോടും ഫുൾ കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ഛനെയും എന്നെയും ഒക്കെ കണ്ടപ്പോൾ ഫുൾ ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും കളിയൊക്കെ കഴിഞ്ഞ് കണ്ണൻ കുറച്ചു നേരം ഉന്തുവണ്ടി എടുത്ത് നടക്കാൻ പഠിച്ചു. പിന്നെ അതങ്ങ് മാറ്റിവെച്ച് അക്കയ്ക്ക് തുണി മടക്കി വെക്കാൻ വേണ്ടി സഹായിക്കാൻ പോയി. അപ്പോഴത്തേക്കും കണ്ണു ചെസ് ബോർഡ് എടുത്തിട്ട് വന്നു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാവുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കറുപ്പെടുത്ത് വെളുപ്പിൽ വെക്കുക, വെളുപ്പെടുത്ത് കറുപ്പിൽ വെക്കുക, ഇതാണ് കണ്ണൂന്റെ കളി. അങ്ങനെ ഉച്ചയായപ്പോൾ കണ്ണൂന് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ് കണ്ണൂന്റെ അമ്മ ആദ്യം അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഫുൾ സന്തോഷമായിരുന്നു. പിന്നെ ജിത്തുമാമന്റെ വകയായിരുന്നു. അങ്ങനെ ജിത്തുമാമന്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ കണ്ണൂന് കൊണ്ടുപോയി ഗിഫ്റ്റും കൊടുത്തു. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ് ജിത്തുവേട്ടൻ അറ്റ് ലാസ്റ്റ് ആയിരുന്നു അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അവസാനം ഞാൻ കണ്ണൂൻ്റെ അടുത്ത് നിന്ന് ആ ഗിഫ്റ്റ് വാങ്ങിച്ച് ഞാൻ വീണ്ടും കൊടുത്തപ്പോൾ ഇതായിരുന്നു കണ്ണൂൻ്റെ റിയാക്ഷൻ. കുട്ടിക്ക് മതിയായി. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ ഞങ്ങളെ കണ്ണപ്പനും എത്തി. അങ്ങനെ ചേച്ചി അനിനും കൂടി ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാരും കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കണ്ട് കണ്ണു മതിമറന്ന് കറങ്ങി. അങ്ങനെ ഞാനും ചാന്ദിനി ചേച്ചിയും ബലൂണ് ഒട്ടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ ശ്രുതി കയറൊക്കെ എടുത്തിട്ട് വന്ന് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എല്ലാം ഡെക്കറേറ്റ് ചെയ്തു. ഫൈനലി ഇറ്റ്സ് ടൈം ഫോർ കേക്ക് കട്ടിംഗ്.
കണ്ണിന് വായി ഇച്ചിരി കൊടുക്കാം. അതെ അമ്മ ഇങ്ങോട്ട് കുട്ടൂന് നല്ലത്. ഇതാണ് കുഞ്ഞൂസ്, കണ്ണൂന്റെ സ്കൂളിലത്തെ ബെസ്റ്റിയാണ്. അങ്ങനെ ഞാൻ രണ്ടുപേരെ കാണുന്നില്ലല്ലോ നോക്കി ഇറങ്ങിയപ്പോ ദാ കാണുന്നു. അച്ഛൻ പേരക്കുട്ടിക്ക് കേക്ക് തീറ്റിപ്പിക്കുകയായിരുന്നു. ആക്ച്വലി കേക്കിൽ കെമിക്കൽസ് ഒന്നുമില്ല, ശ്രുതി തന്നെ വീട്ടിലുണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ട് ഇറ്റ് വാസ് നാച്ചുറൽ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും കൂടി ലഞ്ചൊക്കെ കഴിച്ച് ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കാർഡ്സ് കളിക്കാന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കാർഡ്സ് കളിക്കാൻ വന്നു. നല്ല അടിപൊളി കളിയായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പൻ ആർക്കും തന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കഴുതക്കളി കളിക്കാൻ തുടങ്ങി. അങ്ങനെ തോക്കാനായപ്പോൾ കള്ളക്കളിയും കളിച്ച് കഴുതയായി. സോ ദ കഴുത ഓഫ് ദ കഴുതക്കളി വാസ് മൈ വൺ ആൻഡ് ഓൺലി ഡാഡി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ജിത്തുവേട്ടനും അഖിലേട്ടനും രാത്രിയായപ്പോൾ അവർ വീട്ടിലോട്ട് പോയി. ഇതൊക്കെയാണ് കണ്ണൂരിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.